ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട ലെജിസ്ലേഷൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. 1765 റോബർട്ട് ക്ലൈവ് ഡ്യുവൽ ഗവൺമെൻറ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏകദേശം 7 വർഷത്തോളം ഈ സിസ്റ്റം അനുസരിച്ചായിരുന്നു കമ്പനിയിൽ ഇന്ത്യ പ്രവർത്തിച്ചിരുന്നത്. ഡ്യുവൽ ഗവൺമെൻറ് സിസ്റ്റം പ്രകാരം കമ്പനിക്ക് ഫുൾ അതോറിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ കമ്പനിയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും കമ്പനിയിലുള്ള ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു. ആയതിനാൽ ഈ അവസരത്തിൽ ബ്രിട്ടീഷ് സർവൻസ് പ്രൈവറ്റ് ട്രേഡ് നടത്തുകയും സ്വയം ധനികരായി മാറുകയും ചെയ്തു. കമ്പനിയിൽ അഴിമതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ അവസ്ഥ മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് കമ്പനിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാനും വിലയിരുത്താനും ഒരു ആക്ട് പാസ്സാക്കി. ഇതാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഈ ആക്ട് അനുസരിച്ച് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ബോർഡ് നിർമ്മിച്ചു. അതാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. അവർ കമ്പനിയുടെ ഇന്ത്യയിലുള്ള റവന്യൂ, മിലിറ്ററി, പൊളിറ്റിക്കൽ അഫയേഴ്സിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ബ്രിട്ടീഷ് ക്യാബിനറ്റിൽ അവതരിപ്പിക്കണം. ഈ ആക്ടിന് മുൻപ് വരെ ബംഗാൾ ഗവർണർ എന്ന പോസ്റ്റായിരുന്നു. ഇതിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് മാറ്റി. വാറൻ ഹാസ്റ്റിങ്സ് ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഗവർണർ ജനറലിനെ അസിസ്റ്റ് ചെയ്യാൻ 4 അംഗ കൗൺസിലും രൂപീകരിച്ചു. ഈ ആക്ട് അനുസരിച്ച് 1774 ബംഗാളിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിതമായി. അതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സർ എലിജ ഇംബെ. 1773 റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ കുറവുകൾ നികത്താൻ പാസാക്കിയ ആക്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ ബ്രിട്ടൻ പ്രധാനമന്ത്രി വില്യം പിറ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഈ ആക്ടിന് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പേര് നൽകിയത്. ഈ ആക്ട് ഡ്യുവൽ കൺട്രോൾ എന്നൊരു കൺസെപ്റ്റ്, അതായത് ഡബിൾ ഗവൺമെൻറ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇതനുസരിച്ച് ബോർഡ് ഓഫ് കൺട്രോൾ എന്നും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നും 2 ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബോർഡ് ഓഫ് കൺട്രോൾ പൊളിറ്റിക്കൽ മാറ്റേഴ്സിനും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ അഫയേഴ്സിനും വേണ്ടിയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത്. ബോർഡ് ഓഫ് കൺട്രോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയുമാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഗവർണർ ജനറലിൻ്റെ കൗൺസിലിൽ അംഗങ്ങൾ 3 ചുരുങ്ങിയതും ഈ ആക്ട് പ്രകാരമാണ്. ആദ്യമായി ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ടെറിട്ടറീസിനെ ബ്രിട്ടീഷ് പൊസഷൻ എന്ന് വ്യാഖ്യാനിച്ചത് ഈ ആക്ടിലൂടെയാണ്. റെഗുലേറ്റിംഗ് ആക്ട് വഴി കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ മാത്രമേ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കഴിയുകയുള്ളായിരുന്നു. എന്നാൽ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 പ്രകാരം കമ്പനിയെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സബോർഡിനേറ്റ് ആക്കി മാറ്റി. മദ്രാസ്, ബോംബെ പ്രസിഡൻസിയും ബംഗാൾ പ്രസിഡൻസിയുടെ സബോർഡിനേറ്റ് ആക്കി. ഇങ്ങനെ അധികാരങ്ങൾ ആദ്യമായി സെൻട്രലൈസ് ചെയ്യുവാൻ തുടങ്ങിയത് ഈ ആക്ട് വഴിയാണ്. ഈ ആക്ടിൻ്റെ പ്രധാന കാര്യങ്ങൾ ഡ്യുവൽ സിസ്റ്റം ഓഫ് കൺട്രോൾ, അതായത് ഡബിൾ ഗവൺമെൻറ് ആണ്. അതായത് ബോർഡ് ഓഫ് കൺട്രോൾ ആൻഡ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. അതുപോലെ തന്നെ പ്രസിഡൻസീസ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസിനെ ഗവർണർ ജനറലിൻ്റെ സബോർഡിനേറ്റ് ആക്കി മാറ്റി. അങ്ങനെ സെൻട്രലൈസേഷനിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 കരുതാം. ഇതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. അടുത്തത് ചാർട്ടർ ആക്ട് ഓഫ് 1793. ഇന്ത്യയിലുള്ള കമ്പനിയുടെ റൂൾ കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള ആക്റ്റാണ് ചാർട്ടർ ആക്ട് ഓഫ് 1793. അടുത്ത 20 വർഷത്തേക്ക് ഇന്ത്യയിലുള്ള ട്രേഡിൻ്റെ ഏകാധിപത്യം ഇതുവഴി നീട്ടിക്കൊടുത്തു. ഈ ആക്ട് അനുസരിച്ച് കമ്പനിയുടെ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പേരിലായിരിക്കും. എല്ലാ വർഷവും 5 ലക്ഷം പൗണ്ട് റവന്യൂവായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കമ്പനി അടയ്ക്കണം. ഇതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1793 പ്രൊവിഷൻസ്. അപ്പോൾ ചാർട്ടർ ആക്ട് ഓഫ് 1793 അനുസരിച്ച് കമ്പനിയുടെ റൂൾ 20 വർഷത്തേക്ക്, അതായത് കമ്പനിയുടെ ട്രേഡ് മൊണോപ്പൊളി 20 വർഷത്തേക്ക് നീട്ടിക്കൊടുത്തു. ഇതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1793 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ. യൂറോപ്പിൽ ഇതേ സമയത്ത് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കോണ്ടിനെൻ്റൽ സിസ്റ്റം അനുസരിച്ച് ബ്രിട്ടീഷ് വ്യാപാരികൾക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടായി. അതായത് ഈ സിസ്റ്റം അനുസരിച്ച് യൂറോപ്പിലുള്ള ഫ്രഞ്ച് അലയൻസിന് ബ്രിട്ടീഷ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത് നിരോധിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് വ്യാപാരികൾക്ക് ഒരുപാട് നഷ്ടമുണ്ടായി. അതുകൊണ്ട് ഈ ബ്രിട്ടീഷ് വ്യാപാരികൾ ഏഷ്യയിലുള്ള ട്രേഡിൻ്റെ ഒരു ഭാഗവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. അവസാനം ബ്രിട്ടീഷ് വ്യാപാരികൾക്ക് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാൻ അനുവാദം നൽകി. പക്ഷേ ചൈനയുമായുള്ള ട്രേഡും തേയിലയിലുള്ള ട്രേഡിൻ്റെയും മൊണോപ്പൊളിയും കമ്പനിക്ക് തന്നെ നിലനിർത്തി. ഇതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813 ഒരു പ്രൊവിഷൻ.
ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ടെറിട്ടറീസിനുമേലുള്ള ക്രൗണിൻ്റെ പരമാധികാരം ഈ ആക്ട് വഴി ഉറപ്പിച്ചു. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഒന്ന് എക്സ്പ്ലിസിറ്റായിട്ട് ഡിഫൈൻ ചെയ്തത് ഈ ചാർട്ടർ ആക്ട് ഓഫ് 1813 പ്രകാരമാണ്. ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസ ഉയർച്ചയ്ക്കായി 1,00,000 രൂപ മാറ്റിവെക്കാനുള്ള പ്രൊവിഷനും ഈ ആക്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ചാർട്ടർ ആക്ട് ഓഫ് 1813 നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഏകാധിപത്യം, ഇന്ത്യയിലുള്ള ഏകാധിപത്യം അവസാനിപ്പിച്ചത് ചാർട്ടർ ആക്ട് ഓഫ് 1813 പ്രകാരമാണ്. പക്ഷേ ചൈനയുമായുള്ള വ്യാപാര ബന്ധവും പിന്നെ തേയിലയിലുള്ള വ്യാപാരത്തിൻ്റെയും ഏകാധിപത്യം ഇപ്പോഴും കമ്പനിക്ക് തന്നെയാണ് നിലനിർത്തി കൊടുത്തത്. അത് ഈ ചാർട്ടർ ആക്ട് ഓഫ് 1813 പ്രകാരമാണ്. അടുത്താണ് ചാർട്ടർ ആക്ട് ഓഫ് 1833. ഇതിനെ സെൻറ്റ് ഹെലീന ആക്ട് 1833 എന്നും അറിയപ്പെട്ടിരുന്നു. കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം അവസാനിപ്പിക്കുകയും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായി മാറുകയും ചെയ്തത് ഈ ആക്ട് പ്രകാരമാണ്. ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധം ഈ ആക്ട് വഴി അവസാനിപ്പിച്ചു. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി. അങ്ങനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആദ്യമായത് വില്യം ബെൻറ്റിക്കാണ്. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻറ്റിക്കാണ്. ബോംബെയുടെയും മദ്രാസിൻ്റെയും ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഈ ആക്ട് വഴി മുഴുവനായി ഇല്ലാതാക്കി. എൻ്റയർ ബ്രിട്ടീഷ് ഇന്ത്യയുടെയും ലെജിസ്ലേറ്റീവ് പവർ ഗവർണർ ജനറലിന് കൊടുത്തു. അങ്ങനെ ഒരു സെൻട്രലൈസേഷൻ ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രകാരമാണ്. നമ്മൾ ചാർട്ടർ ആക്ട് ഓഫ് 1793 ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സെൻട്രലൈസിങ് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ശരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സെൻട്രലൈസിങ് എന്ന് കരുതപ്പെടുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണ്. അതെന്തുകൊണ്ടെന്നാൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നൊരു പദവി കൊടുത്തു. മദ്രാസിൻ്റെയും ബോംബെയുടെയും ലെജിസ്ലേറ്റീവ് പവേഴ്സ് മുഴുവനായും ഇല്ലാതാക്കി. അതുപോലെ എൻ്റയർ ബ്രിട്ടീഷ് ഇന്ത്യക്ക് വേണ്ടി ലെജിസ്ലേറ്റീവ് പവേഴ്സും ഗവർണർ ജനറലിന് കൊടുത്തു. ഈ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് സെൻട്രലൈസേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1833 കണക്കാക്കുന്നത്. ഗവർണർ ജനറലിൻ്റെ കൗൺസിൽ വീണ്ടും അംഗങ്ങൾ 4ലേക്ക് ഉയർത്തി. 4ാമത്തെ അംഗത്തിന് പരിമിതമായ അധികാരങ്ങൾ മാത്രമാണ് നൽകിയത്. ഗവർണർ ജനറലിൻ്റെ ഗവൺമെൻറ് ആദ്യമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നും കൗൺസിൽ ഇന്ത്യ കൗൺസിൽ എന്നും നിർവചിക്കപ്പെടുന്നത് ഈ ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രകാരമാണ്. ഈ ആക്ട് പ്രകാരം ഇന്ത്യയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ നിയമങ്ങളും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ ഹാജരാക്കേണ്ടതും നിർബന്ധമാക്കിയിട്ടുണ്ട്. ആദ്യമായി ഈ നിയമങ്ങൾക്ക് ആക്ട് എന്ന് അറിയപ്പെടുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രകാരമാണ്. അതിനു മുമ്പ് വരെയുള്ള നമ്മൾ പറഞ്ഞ ലെജിസ്ലേഷൻസിനൊക്കെ തന്നെ റെഗുലേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ചാർട്ടർ ആക്ട് ഓഫ് 1833 ശേഷമാണ് ആക്ട് എന്ന ഒരു പദം ഉപയോഗിക്കാൻ ആരംഭിച്ചത്. ഇന്ത്യൻസിനെ രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ആദ്യമായി ഉൾപ്പെടുത്തുന്നതും ഈ ആക്ട് വഴിയാണ്. അപ്പോൾ ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രകാരം ചൈനയുമായിട്ടുള്ള എല്ലാ വ്യാപാര ബന്ധവും അവസാനിപ്പിച്ചു. സെൻട്രലൈസേഷൻ നന്നായിട്ട് കാണാൻ സാധിക്കുന്നത് നമുക്ക് ചാർട്ടർ ആക്ട് ഓഫ് 1833 അതുപോലെ തന്നെ ഗവർണർ ജനറലിൻ്റെ കൗൺസിലേക്ക് ഒരു ലോ മെമ്പർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് 4 അംഗങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞത്. അതായത് 4ാമത്തെ അംഗത്തിന് പരിമിതമായിട്ടുള്ള അധികാരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കിയതും ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രകാരമാണ്. ചാർട്ടർ ആക്ട് ഓഫ് 1853 അനുസരിച്ച് കമ്പനിയുടെ റൂൾ ഒരു അനിശ്ചിത കാലത്തേക്ക് നീട്ടി. പക്ഷേ ഏത് സമയത്ത് വേണമെങ്കിലും ആ അധികാരം ഇല്ലാതാക്കാനുള്ള പ്രൊവിഷൻ ഈ ആക്ടിലുണ്ടായിരുന്നു. ഈ ആക്ട് പാസ്സാക്കിയത് ലോർഡ് ഡെൽഹൌസിയുടെ സമയത്താണ്. ആദ്യമായി ഗവർണർ ജനറൽ കൗൺസിലിൻ്റെ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ സെപ്പറേറ്റ് ചെയ്തത് ഈ ആക്ട് പ്രകാരമാണ്. ഗവർണർ ജനറൽസ് കൗൺസിലിൻ്റെ ലെജിസ്ലേറ്റീവ് വിങ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ മോഡലിൽ വർക്ക് ചെയ്തു. ആദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ലോക്കൽ റെപ്രസെൻറ്റേഷൻ ആരംഭിച്ചതും ഈ ആക്ട് വഴിയാണ്. ബംഗാൾ, ബോംബെ, മദ്രാസ്, നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസിൽ നിന്നുള്ള ലോക്കൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള അംഗങ്ങളാണ് ഈ പറഞ്ഞ ലോക്കൽ റെപ്രസെൻറ്റേഷൻ. ഇന്ത്യൻ സിവിൽ സർവീസ് ആരംഭിച്ചത് ഈ ആക്ട് പ്രകാരമാണ്. ഇതുവഴി ഇന്ത്യൻസിനും ഇതിൽ പങ്കെടുക്കാം. ഇതിനായി ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവന്നു. കമ്പനിയുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 24 നിന്ന് 18 അംഗങ്ങളിലേക്കാക്കുകയും ആ 18 അംഗങ്ങളിൽ 6 അംഗങ്ങളെ ക്രൗൺ നോമിനേറ്റ് ചെയ്യുന്നതുമാണ്. ലോ മെമ്പറിനെ ഒരു ഫുൾ മെമ്പർ ആക്കി. അതായത് ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രകാരം ഒരു ഗവർണർ ജനറലിൻ്റെ കൗൺസിലിലെ
ഒരു മെമ്പറിനെയും കൂടെ ആഡ് ചെയ്തായിരുന്നു. അത് ലോ മെമ്പർ ആയിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് പരിമിതമായ അധികാരങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ചാർട്ടർ ആക്ട് ഓഫ് 1853 പ്രകാരം ലോ മെമ്പറിനെ ഒരു ഫുൾ മെമ്പർ ആക്കുകയും അദ്ദേഹത്തിന് വോട്ടിംഗ് റൈറ്റും കൊടുക്കുകയും ചെയ്തു. ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൊണ്ടുവരുന്ന ബില്ലിനെ വീറ്റോ ചെയ്യുവാനുള്ള അധികാരവും ഗവർണർ ജനറലിന് ഈ ആക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാർട്ടർ ആക്ട് ഓഫ് 1853 പ്രകാരം സിവിൽ സർവീസിന് വേണ്ടി ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവന്നു. അതുപോലെ ഗവർണർ ജനറലിന് ഒരു വീറ്റോ പവർ കൊടുത്തു. ഗവർണർ ജനറൽസിൻ്റെ കൗൺസിലിന് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസിനെ ആദ്യമായി സെപ്പറേറ്റ് ചെയ്യുന്നതും ഈ ചാർട്ടർ ആക്ട് ഓഫ് 1853 പ്രകാരമാണ്. ഇതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1853. റിവോൾട്ട് ഓഫ് 1857 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വലിയൊരു ഞെട്ടൽ തന്നെ ഉണ്ടാക്കി. കമ്പനിയുടെ പോളിസീസാണ് റിവോൾട്ടിലേക്ക് നയിച്ചത് എന്ന ഒരു ആരോപണം ഉണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 കൊണ്ടുവന്നത്. ഈ ആക്ട് അനുസരിച്ച് കമ്പനിയുടെ ഇന്ത്യയിലുള്ള എല്ലാ അധികാരങ്ങളും അവസാനിപ്പിച്ചു. ബ്രിട്ടൻ്റെ ഇന്ത്യയിലുള്ള ടെറിട്ടറീസ് ഈ ആക്ട് അനുസരിച്ച് ബ്രിട്ടീഷ് ക്യൂവിനായിരിക്കും ഭരിക്കുന്നത്. ഇതിനുവേണ്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഒരു ഓഫീസ് ക്രിയേറ്റ് ചെയ്തു. അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യുവാനായി ഒരു കൗൺസിലുണ്ട്. ആ കൗൺസിൽ 15 അംഗങ്ങളാണുള്ളത്. പക്ഷേ ഈ കൗൺസിലിന് അഡ്വൈസറി നേച്ചർ മാത്രമായിരിക്കും ഉള്ളത്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് വഴി കൊണ്ടുവന്ന ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം അഥവാ ഡ്യുവൽ സിസ്റ്റം അബോളിഷ് ചെയ്തു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയോടൊപ്പം വൈസ്രോയ് എന്നത് കൂടിയാക്കി. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് എന്നത് ലോർഡ് കാനിങ് ആയി മാറി. ഇതുവഴി ഡോക്ട്രിൻ ഓഫ് ലാപ്സും അവസാനിപ്പിച്ചു. ഈ ആക്ടിലൂടെ ഇന്ത്യയെ ഒരു ഡയറക്റ്റ് ബ്രിട്ടീഷ് കോളനിയാക്കി മാറ്റി. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഒരു മിനിസ്റ്റർ ആയിരിക്കും. അങ്ങനെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയത് ലോർഡ് സ്റ്റാൻലി ആണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രധാന പ്രൊവിഷൻസ്: 1, കമ്പനിയുടെ റൂൾ മൊത്തത്തിൽ ഇവിടെ ഇല്ലാതാക്കി. 2, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഓഫീസ് ക്രിയേറ്റ് ചെയ്തു. ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് സ്റ്റാൻലി ആണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നത് ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ ഒരു മിനിസ്റ്റർ ആയിരിക്കും. ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം അബോളിഷ് ചെയ്തു. ലോർഡ് കാനിങ് ആണ് ആദ്യത്തെ വൈസ്രോയ്. അടുത്തത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. ഈ ആക്ട് പ്രകാരം ഗവർണർ ജനറലിൻ്റെ കൗൺസിലിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസിന് 5ാമതൊരു മെമ്പറിനെ ആഡ് ചെയ്തു. പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ആക്ട് പ്രകാരമാണ്. ലെജിസ്ലേറ്റീവ് പർപ്പസിനും ഗവർണർ ജനറലിൻ്റെ കൗൺസിലേക്ക് കൂടുതൽ അംഗങ്ങളെ എടുത്തു. കൗൺസിലിലേക്ക് 3 ഇന്ത്യൻസിനെ വൈസ്രോയ് നോമിനേറ്റ് ചെയ്തു: രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പട്ടിയാല ആൻഡ് സർ ദിനകർ റാവു. പബ്ലിക് റവന്യൂ, ഡെപ്റ്റ്, മിലിറ്ററി അഥവാ ഫോറിൻ അഫയേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ബിൽ ഗവർണർ ജനറലിൻ്റെ അസന്റ് അത്യാവശ്യമാക്കി മാറ്റി. 1833 ചാർട്ടർ ആക്ട് പ്രകാരം മദ്രാസ് ആൻഡ് ബോംബെ പ്രസിഡൻസീസിൻ്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഡിപ്രൈവ് ചെയ്തായിരുന്നു. പക്ഷേ ഈ ആക്ട് വഴി അത് റീസ്റ്റോർ ചെയ്തു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് കാര്യമായിട്ട് അധികാരങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇതാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1861. ഇതിനകത്ത് പ്രധാന 2 പോയിന്റ്സ് ആണ്. ഒന്ന്, പോർട്ട്ഫോളിയോ സിസ്റ്റം. മറ്റൊന്ന്, കൗൺസിലേക്ക് നോൺ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സിനെ കൊണ്ടുവന്നു. അങ്ങനെ നോൺ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ് ആണ്. വൈസ്രോയ് നോമിനേറ്റ് ചെയ്ത ഇന്ത്യൻസ് ആണ് രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പട്ടിയാല ആൻഡ് സർ ദിനകർ റാവു. 1885 INC രൂപീകരിച്ചു. INCയുടെ ഡിമാൻഡുകളിൽ ഒന്നായിരുന്നു ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ റിഫോം ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 പ്രകാരം ഇന്ത്യയിലുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെ സൈസ് കൂട്ടി. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ എണ്ണം ഈ ആക്ട് വഴി ഇൻക്രീസ് ചെയ്തു. ബഡ്ജറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ള അവകാശവും മെമ്പേഴ്സിന് ലഭിച്ചു. പക്ഷേ 6 ദിവസം മുമ്പേ നോട്ടീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് റെപ്രസെൻറ്റേഷൻ ഇനിഷ്യേറ്റ് ചെയ്തതും ഈ ആക്ട് വഴിയാണ്. അതായത് ഡിസ്ട്രിക്ട് ബോർഡ്, യൂണിവേഴ്സിറ്റീസ്, മുനിസിപ്പാലിറ്റീസ്, ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് സെമീൻഡാഴ്സിനൊക്കെ തന്നെ പ്രൊവിൻഷ്യൽ കൗൺസിലേക്ക് മെമ്പേഴ്സിനെ റെക്കമെൻഡ് ചെയ്യാൻ കഴിയും. ഇതാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 പ്രൊവിഷൻസ്. പ്രധാന പ്രൊവിഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ എണ്ണം പ്രൊവിൻഷ്യൽ ആൻഡ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൽ ഇൻക്രീസ് ചെയ്തു. പ്രിൻസിപ്പിൾ ഓഫ് റെപ്രസെൻറ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബഡ്ജറ്റിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കും, അതായത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1892. മോർലി മിൻറ്റോ റിഫോംസ് എന്ന് അറിയപ്പെടുന്ന ആക്റ്റാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909.
മോർലി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും മിൻറ്റോ വൈസ്രോയുമാണ്. ഈ ആക്ട് വഴി ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ വർദ്ധിച്ചു, പ്രത്യേകിച്ചും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ളത്. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നോൺ ഒഫീഷ്യൽ മെജോറിറ്റിയും സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒഫീഷ്യൽ മെജോറിറ്റിയും കീപ്പ് ചെയ്തു. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, നോമിനേറ്റഡ് ഒഫീഷ്യൽ മെമ്പേഴ്സ്, നോമിനേറ്റഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്, ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്നിങ്ങനെയുള്ള മെമ്പേഴ്സാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരുന്നത്. ഇലക്റ്റഡ് മെമ്പേഴ്സിനെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇലക്ട് ചെയ്യുന്നത്. മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊണ്ടുവന്നത് മോർലി മിൻറ്റോ റിഫോംസ് വഴിയാണ്. അതായത് ചില കോൺസ്റ്റിറ്റ്യുവൻസീസിലെ മുസ്ലിംസിന് മാത്രമായിട്ടുള്ളതാണ്. ഇവിടെ മുസ്ലിംസിന് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഇതിനാണ് മുസ്ലിംസിന് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്, അതായത് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് ആദ്യമായി ഒരു ഇന്ത്യൻ മെമ്പറിനെ അപ്പോയിൻറ്റ് ചെയ്തു. അത് സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. അപ്പോൾ മോർലി മിൻറ്റോ റിഫോംസ് അനുസരിച്ചിട്ട് മുസ്ലിംസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊണ്ടുവന്നു. പിന്നീട് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഇൻഡയറക്റ്റ് ഇലക്ഷൻ നടത്തി. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ നോൺ ഒഫീഷ്യൽ മെജോറിറ്റി, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ഒഫീഷ്യൽ മെജോറിറ്റിയും ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണ് മെമ്പേഴ്സിനെ ഇൻക്രീസ് ചെയ്തത്. ഇതാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909 അഥവാ മോർലി മിൻറ്റോ റിഫോംസ്. അടുത്തതായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. മൊണ്ടേഗ്യൂ ചെലംസ്ഫോർഡ് എന്ന് അറിയപ്പെട്ട ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919, അതായത് മൊണ്ടേഗ്യൂ ചെലംസ്ഫോർഡ് റിഫോംസ്. പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് സബ്ജക്ട്സിനെ 2 ലിസ്റ്റാക്കി, ഒന്ന് റിസർവ്ഡും ഒന്ന് ട്രാൻസ്ഫേർഡും. റിസർവ്ഡ് ലിസ്റ്റിൻ്റെ ചാർജ് ഗവർണറിനും ട്രാൻസ്ഫേർഡിൻ്റെ ചാർജ് മിനിസ്റ്ററിനുമാണ്. റിസർവ്ഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ലോ ആൻഡ് ഓർഡർ, ഇറിഗേഷൻ, ഫിനാൻസ് എന്നിവയാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫേർഡ് ലിസ്റ്റിനകത്ത് ലോക്കൽ ഗവൺമെൻറ്, ഹെൽത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രാൻസ്ഫേർഡ് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് മിനിസ്റ്റേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ ഒരു ബൈക്യാമർ ലെജിസ്ലേറ്റർ ആക്കി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് ഒരു അപ്പർ ഹൗസും ഉണ്ട്, ലോവർ ഹൗസും ഉണ്ട്. ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്തത് ഈ ആക്ട് പ്രകാരമാണ്. പക്ഷേ എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ്സ് കൊടുത്തിട്ടില്ല. ലിമിറ്റഡ് ഫ്രാഞ്ചൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ചില വിമണിനും വോട്ട് ചെയ്യാനുള്ള അവകാശം ഈ ആക്ട് വഴി കിട്ടിയിരുന്നു. അതുപോലെ തന്നെ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ബഡ്ജറ്റ് സെപ്പറേറ്റ് ചെയ്തതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരമാണ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പ്രകാരം സെപ്പറേറ്റ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് കൊടുത്തിരുന്നത് മുസ്ലിംസിന് മാത്രമാണ്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരം അത് സിഖ്സിനും ക്രിസ്ത്യൻസിനും ആംഗ്ലോ ഇന്ത്യൻസിനും ഒക്കെ ഈ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ആക്ട് പ്രകാരമാണ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. പ്രൊവിൻസസിലെ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് റിസർവ്ഡ് സബ്ജക്ട്സും ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സും ഉണ്ടായിരുന്നു. റിസർവ്ഡ് സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നത് ഗവർണറും ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് ഡീൽ ചെയ്തത് മിനിസ്റ്റേഴ്സുമായിരുന്നു. മിനിസ്റ്റേഴ്സിനെ എലക്ട് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴിയായിരുന്നു. പിന്നെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഈ ആക്ട് പ്രകാരമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ സിഖ്സിനും ക്രിസ്ത്യൻസിനും ആംഗ്ലോ ഇന്ത്യൻസിനും ഈ ആക്ട് പ്രകാരം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രൊവിൻഷ്യൽ ആൻഡ് സെൻട്രൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്തത് ഈ ആക്ട് പ്രകാരമാണ്. ഇതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം പവർ സെൻറ്ററിനും പ്രൊവിൻസിനുമായിട്ട് ഡിവൈഡ് ചെയ്തു. 3 ലിസ്റ്റ് ഉണ്ടാക്കി. ഫെഡറൽ ലിസ്റ്റ്, ഇതിൽ അധികാരം സെൻറ്ററിനും. പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, ഇതിൽ അധികാരം പ്രൊവിൻസസിനും. കൺകറൻറ്റ് ലിസ്റ്റ്, ഇവിടെ സെൻറ്ററിനും പ്രൊവിൻസസിനും ഒരുപോലെ അധികാരങ്ങളുണ്ട്. അതുപോലെ തന്നെ റെസിഡ്വറി പവേഴ്സ് ഉണ്ട്. ആ പവേഴ്സ് വൈസ്രോയ്ക്കാണ് കൊടുത്തിരുന്നത്. പ്രൊവിൻസസിലൊക്കെ തന്നെ ഡയാർക്കി അബോളിഷ് ചെയ്തു. അങ്ങനെ അവർക്ക് കൂടുതൽ ഓട്ടോണോമി കൊടുത്തു. എന്നാൽ സെൻട്രൽ ഡയാർക്കി അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഫെഡറൽ ലിസ്റ്റിനെ റിസർവ്ഡ് എന്നും ട്രാൻസ്ഫേർഡ് എന്നും വേർതിരിച്ചു. ഈ റിസർവ്ഡ് എന്ന് പറയുന്നത് ഗവർണർ ജനറലിന് അതിൽ ലെജിസ്ലേഷൻസ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിനെ ഡീൽ ചെയ്യുന്നത് ഗവർണർ ജനറൽ വിത്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്.
ഏകദേശം 1909 നമ്മൾ കമ്മ്യൂണൽ ഇലക്ടറേറ്റ് സ്റ്റാർട്ട് ചെയ്തത്. തുടക്കം മുസ്ലിംസിന് മാത്രമായിരുന്നു. പിന്നീട് 1919 ആക്ട് പ്രകാരം അത് സിഖ്സിനും ആംഗ്ലോ ഇന്ത്യൻസിനും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം മൈനോറിറ്റീസിനും വുമണിനും പിന്നെ ചില ഡിപ്രസ്ഡ് ക്ലാസ്സസിനും ഒക്കെ തന്നെ ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പ്രോവിൻസസിലെ ബൈക്യാമർ ലെജിസ്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏകദേശം 11 പ്രോവിൻസസിലെ 6 പ്രോവിൻസസിലെ ബൈക്യാമർ ലെജിസ്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ ഒരു ഫെഡറൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നീട് ഇന്ത്യൻ കൗൺസിൽ അബോളിഷ് ചെയ്തതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. ഡയറക്റ്റ് ഇലക്ഷൻസ് എന്ന് പറയുന്നൊരു പ്രൊവിഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990 കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അവിടെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസ് ആയിരുന്നു ഉള്ളത്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം അത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ ഹോൾ പോപ്പുലേഷൻ്റെ 10% വോട്ടിംഗ് റൈറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെഡറൽ പ്രൊവിൻഷ്യൽ ആൻഡ് ജോയിൻറ്റ് PSCs ഒക്കെ, അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഒക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൊവിഷനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം കൊടുത്തിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. ഇതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ചില പ്രൊവിഷൻസ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രൊവിഷൻസ്. ഒന്നാമത്തെ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് പവേഴ്സ് ഡിവൈഡ് ചെയ്തു. അങ്ങനെ 3 തിരിച്ചു സബ്ജക്ട്സിനെ: ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഫെഡറൽ ലിസ്റ്റ് അത് സെൻറ്ററിനാണ് അതിൻ്റെ പവർ. അതുപോലെ പ്രൊവിൻഷ്യൽ ലിസ്റ്റ് പ്രോവിൻസസിനും, കൺകറൻറ്റ് ലിസ്റ്റ് സെൻറ്ററിനുമുണ്ട് പ്രോവിൻസസിനുമുണ്ട്. അതുപോലെ പിന്നെ വരുന്ന റെസിഡറി പവേഴ്സ് അത് ഗവർണർ ജനറലിനാണ്. പിന്നെ പ്രോവിൻസസിലെ ഡയാർക്കി അബോളിഷ് ചെയ്തു, പക്ഷേ സെൻറ്ററിൽ ഡയാർക്കി ഉണ്ട്. അതുപോലെ തന്നെ വുമണിനും മൈനോറിറ്റീസിനും ഡിപ്രസ്ഡ് ക്ലാസ്സസിനും ഒക്കെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട്. ചില പ്രോവിൻസസിലെ ബൈക്യാമർ ലെജിസ്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫെഡറൽ കോർട്ട് ഡൽഹിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ RBI കൊണ്ടുവന്നതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. ആളുകൾക്ക് വോട്ടിംഗ് റൈറ്റ്സും എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഫെഡറൽ പ്രൊവിൻഷ്യൽ ആൻഡ് ജോയിൻറ്റ് PSC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. ഇത്രയും ലെജിസ്ലേഷൻ കഴിയുമ്പോഴത്തേക്കിനും ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രധാന ലെജിസ്ലേഷൻസ് ഒക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ വീഡിയോ നോട്ട്സിൻ്റെ PDF നിങ്ങൾക്ക് താഴെയുള്ള ടെലഗ്രാമിൻ്റെ ലിങ്കിലുണ്ട്. ടെലഗ്രാം ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഡിയൻസ് ചാനലിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ആവശ്യമുള്ള പോയിൻറ്റ്സ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയുമുള്ള ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.